ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. അങ്ങനെ ശ്രീലങ്കൻ പര്യടനത്തിൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ വിജയിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ തുടക്കം. ഗൗതം ഗംഭീർ കോച്ചായി വന്നതിന് ശേഷമുള്ള ആദ്യ പര്യടനമാണിത്. എന്നാൽ ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. തൻ്റെ കിരീടത്തിലെ ഒരു പൊൻതൂവൽ തന്നെയാണ്. തുടർന്നുള്ള മത്സരങ്ങളിലും ഇന്ത്യ വിജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസി വളരെ മികച്ചതായിരുന്നു. തുടക്കത്തിൽ ടോസ് ഇന്ത്യക്ക് നഷ്ടമായെങ്കിലും ശ്രീലങ്ക ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെല്ലാം തന്നെ അവരുടെ താളം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു നേട്ടം. ഗിൽ 40 റൺസും ജയ്സ്വൽ 34, അതുപോലെ സൂര്യകുമാർ യാദവ് 58 റൺസുമാണ് നേടിയത്. ഋഷഭ് പന്ത് ആകട്ടെ 49 റൺസിന് പുറത്താവുകയായിരുന്നു. ശ്രീലങ്കയുടെ ബൗളിംഗ് പറയുകയാണെങ്കിൽ പതിരിണയാണ് അവർക്ക് വേണ്ടി 4 വിക്കറ്റുകൾ നേടി വളരെ ഇന്ത്യയുടെ വിക്കറ്റുകൾ കരസ്ഥമാക്കാൻ പതിരിണയ്ക്ക് സാധിച്ചു. തുടക്കത്തിൽ 74 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് ഓപ്പണർമാർ നേടിക്കൊടുത്തത്. 21 പന്തുകളിൽ നിന്ന് 40 റൺസ് ആണ് ജയ്സ്വൽ നേടിയത്. 2 സിക്സുകളും 5 ഫോറുകളും അടങ്ങുന്നതായിരുന്നു ഇന്നിങ്സ്. എന്നാൽ ഗില്ലാവട്ടെ 16 പന്തുകളിൽ നിന്ന് 34 റൺസാണ് നേടിയത്. 1 സിക്സും 6 ഫോറുകളുമായിരുന്നു. തിരികെ വന്ന സൂര്യകുമാർ യാദവ് 26 പന്തുകളിൽ നിന്ന് 58 റൺസാണ് നേടിയത്. 8 ഫോറുകളും 2 സിക്സുകളുമായിരുന്നു സൂര്യകുമാറിൻ്റെ ബാറ്റിൽ നിന്ന് വന്നത്. ഋഷഭ് പന്ത് തുടക്കത്തിൽ വളരെ മെല്ലെ കളിച്ചുവെങ്കിലും 33 റൺസിൽ നിന്ന് 49 റൺസാണ് നേടിയത്. ഒരു താളം കണ്ടെത്താൻ ഋഷഭ് പന്ത് ഒരുപാട് പാടുപെടുന്നുണ്ടായിരുന്നു. ഹാർദിക് പാണ്ഡ്യ 9ഉം പരാഗ് ബാറ്റിങ്ങിൽ വീണ്ടും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 7 റൺസും റിങ്കു സിംഗ് 1 റണ്ണുമാണ് നേടിയത്. അക്സർ പട്ടേൽ 10 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. ഹർഷീപ് സിംഗ് 1 റൺസും. ബൗളിംഗ് നോക്കുകയാണെങ്കിൽ പതിരണ 4 വിക്കറ്റുകൾ, 4 ഓവറുകളിൽ 40 റൺസ് നൽകിക്കൊണ്ട് 4 വിക്കറ്റുകളാണ് നേടിയത്. ഹസരംഗ 1 വിക്കറ്റും മധുസനങ്ക 1 വിക്കറ്റും അതുപോലെ ഫെർണാഡോ 1 വിക്കറ്റുമാണ് നേടിയത്. മെന്ദിസിനും തീക്ഷ്ണയ്ക്കും വിക്കറ്റൊന്നും നേടാൻ സാധിച്ചില്ല. ഇന്ത്യക്ക് 213-ന് 7 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു 20 ഓവർ കഴിഞ്ഞപ്പോൾ ഇന്ത്യ. 214 റൺസ് എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ശ്രീലങ്കയുടെ ബാറ്റ്സ്മാൻമാർ വളരെ മികച്ച ഫോമിൽ തന്നെയായിരുന്നു. ഓപ്പണർ കൂട്ടുകെട്ടെന്ന് പറയുന്നത് തന്നെ ഇന്ത്യ ഒരു നിമിഷം തോൽക്കും എന്നൊരു ഘട്ടത്തിൽ വരെ എത്തി എന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഇന്ത്യയുടെ ബൗളർമാർ അത് തിരിച്ചു പിടിച്ചു എന്നുള്ളത് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. തുടക്കത്തിലുണ്ടായിരുന്ന ഒരു പെർഫോമൻസ് അല്ലാതെ മറ്റാർക്കും തന്നെ സ്കോറൊന്നും ചെയ്യാൻ സാധിച്ചില്ല. നിസംഗ 79 റൺസും മെന്ദിസ് 45 റൺസുമാണ് ശ്രീലങ്കയ്ക്ക് വേണ്ടി നേടിയത്. ശ്രീലങ്കയുടെ സ്കോർ നോക്കുകയാണെങ്കിൽ 48 പന്തുകളിൽ 79 റൺസാണ് നിസംഗ നേടിയത്. അക്ഷർ പട്ടേലിൻ്റെ ബോളിലാണ് നിസംഗ പുറത്തായത്. 4 സിക്സുകളും 7 ഫോറുകളും അടങ്ങുന്ന ഇന്നിങ്സ് ആയിരുന്നു. മെന്ദിസ് ആകട്ടെ 27 പന്തുകളിൽ നിന്ന് 45 റൺസാണ് നേടിയത്. 1 സിക്സും 7 ഫോറുകളുമായിരുന്നു. എന്നാൽ തുടർന്ന് വന്ന ബാറ്റ്സ്മാൻമാർക്ക് ആർക്കും തന്നെ താളം കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതും, എന്നാൽ ഇന്ത്യൻ ബൗളേഴ്സിന് മുന്നിൽ അവരെല്ലാം മുട്ടുകുത്തി എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. കാരണം 14 പന്തുകളിൽ 20 റൺസാണ് പെരേര നേടിയതെങ്കിൽ മെന്ദിസ് 12 റൺസാണ് നേടിയത്. അസലങ്ക അതുപോലെ തന്നെ സനങ്കയും 1 റൺസ് പോലും നേടാതെ പുറത്താവുകയായിരുന്നു. സനങ്ക ഔട്ടായത് റൺ ഔട്ടായിരുന്നു. എന്നിരുന്നാലും 1 റൺസ് നേടാൻ സാധിച്ചില്ല. പിന്നെ ബാക്കിയുള്ളവരെല്ലാം അത് തന്നെയാണ്. 2, 6, 0, 0 എന്നൊക്കെയായിരുന്നു റൺസ്. അവസാനം ബൗൾ ചെയ്ത പരാഗാവട്ടെ വളരെ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. 1.2 ഓവറിൽ 3 വിക്കറ്റാണ് നേടിയത്. ആദ്യത്തെ ഓവറിൽ തന്നെ 1 വിക്കറ്റ് നേടിയിരുന്നു. എന്നാൽ അവസാനത്തെ ഓവർ പരാഗിന് കൊടുക്കുകയും പരാഗ് 2 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. വളരെ നല്ലൊരു മാച്ചായിരുന്നു. പരാഗിന് ബൗളിങ്ങിൽ ഒന്നും തേടാൻ സാധിച്ചില്ലെങ്കിലും ഒരു ഓൾറൗണ്ടർ എന്നൊരു പെർഫോമൻസിലൂടെ പരാഗിന് ഇന്ത്യൻ ടീമിൽ നിൽക്കാനൊരു ഇതായി എന്നുള്ളത് തന്നെ പറയാം. ഹർഷീപ് സിംഗ് 2 വിക്കറ്റാണ് കരസ്ഥമാക്കിയത്. സിറാജ് 1 വിക്കറ്റും അക്സർ പട്ടേൽ 2 വിക്കറ്റും നേടി. ബിഷ്ണോയ് 1 വിക്കറ്റാണ് നേടിയത്. എന്നാൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിക്കറ്റൊന്നും ലഭിച്ചതുമില്ല. ഹാർദിക് പാണ്ഡ്യയുടെ സ്കോർ റേറ്റും വളരെ കൂടുതലായിരുന്നു. 10.25 ആയിരുന്നു. പിന്നെ ഇവിടെ ഈ ഒരു പിച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്പിന്നേഴ്സിന് ഒരു എക്കോണമി പിച്ചും എന്നാൽ ഫാസ്റ്റ് ബൗളേഴ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ റൺസ് എടുക്കുന്ന ഒരു പിച്ചും കൂടിയാണ് ഈ ഒരു പിച്ച്. അങ്ങനെ ശ്രീലങ്ക 19.2 ഓവറിൽ 170-ന് ആൾ ഔട്ട് ആവുകയായിരുന്നു. ഇന്ത്യ 43 റൺസിനാണ് വിജയിച്ചത്. അങ്ങനെ ഇന്ത്യ ഈ പരമ്പര 1-0 ലീഡ് ചെയ്യുകയാണ്. നാളെയാണ് അടുത്ത മത്സരം, 7 മണിക്കാണ്. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് us for more videos. Thank you.